students. Good teacher. എല്ലാവരും ആഹാരം കഴിച്ചോ? എല്ലാവരും കേട്ടല്ലേ? ടീച്ചർ കാര്യം ചോദിക്കട്ടോ. നിങ്ങളുടെ ശരീരം, അതായത് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടാണ്? പലതരം കലകൾ കൊണ്ടും കോശങ്ങൾ കൊണ്ടാണ്. അതുപോലെ ജന്തു ശരീരം നിർമ്മിച്ചിരിക്കുന്നതും പലതരം കലകൾ കൊണ്ടും കോശങ്ങൾ കൊണ്ടാണ് നമ്മൾ പഠിച്ചു. ജന്തുകലകളെന്ന് പഠിച്ചു. അതുപോലെ തന്നെയാണ് സസ്യങ്ങളുടെ ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പലതരം കലകൾ കൊണ്ടാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സസ്യകലകൾ. ഒരു വീട് നിർമ്മിക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം? അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വേണം അല്ലേ? അതുപോലെ തന്നെ സസ്യത്തിന്റെ ശരീരഭാഗം നിർമ്മിക്കാൻ ഒരു കല മാത്രമല്ല, പലതരം കലകൾ കൊണ്ടാണ് സസ്യഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോഴും ഇതെന്താണ്? ചെടി അല്ലേ? അപ്പൊ ഈ ചെടിയുടെ അഗ്രഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് പ്രത്യേകത? അതെ, മൃദുവായിരിക്കും അല്ലേ? അപ്പൊ ഇത്തരം മൃദുവായ ഭാഗങ്ങളിൽ നിന്നാണ് സാധാരണയായിട്ട് വളർച്ച നടക്കുന്നത്. അപ്പൊ ഇത്തരം ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലയാണ് മെരിസ്റ്റമിക കല. സാധാരണയായിട്ട് മെരിസ്റ്റമിക കലയിലാണ് മറ്റു കലകളെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇലയല്ലേ? ഇലയുടെ പ്രത്യേകത എന്താണ്? അതെ, ഇത്തരം മൃദുവായിട്ടുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലയാണ് പാരൻകൈമ കല. എന്താണ് പാരൻകൈമ കല? സാധാരണയായിട്ട് ഇലകളിൽ കാണപ്പെടുന്നു. ഇതെന്താണ്? ചകിരി. ഇതൊരു നാരാണല്ലോ അല്ലെ? അപ്പൊ ഇത്തരം നാരുകളിൽ കാണപ്പെടുന്ന കലയാണ് പോളൻകൈമ കല. പോളൻകൈമ കല. ഇതെന്താണ്? ചിരട്ട. നല്ല കട്ടിയുള്ള ഒരു ഭാഗമാണ് അല്ലേ? അപ്പൊ ഇത്തരം കട്ടിയുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലയാണ് സ്ക്ലീറൻകൈമ കല. എന്താണ്? സ്ക്ലീറൻകൈമ കല. മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പാരൻകൈമ, നാരുകളിൽ കാണപ്പെടുന്ന പോളൻകൈമ, കട്ടിയുള്ള ചിരട്ട പോലുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലയാണ് സ്ക്ലീറൻകൈമ കല. മനസ്സിലായോ? ചോദിക്കട്ടെ, ഈ കസേരയ്ക്ക് ഒരു ആകൃതിയില്ലേ? ഉണ്ട്. ഈ മേശയ്ക്ക് ഒരു ആകൃതിയുണ്ട്, ഈ ക്ലാസ് റൂമിന് ഒരു ആകൃതിയുണ്ട്, നമുക്കൊരാകൃതിയുണ്ട്. അതുപോലെ തന്നെ ഈ കലകൾക്കും ആകൃതിയുണ്ട്. നിങ്ങളെല്ലാവരും മുട്ട കണ്ടിട്ടില്ലേ? മുട്ടയുടെ ആകൃതി എന്താണ്? ആ ഓവൽ ആകൃതിയിൽ കാണപ്പെടുന്ന കലയാണ് പാരൻകൈമ കല. ഓവൽ ആകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്. ഇതേ ഓവൽ ആകൃതി, അതായത് മുട്ടയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കല തന്നെയാണ് പോളൻകൈമ കലകളും. എന്നാൽ അവയുടെ മൂലകളിൽ കട്ടി കൂടുതലായിരിക്കും. അവരുടെ മൂലകളിൽ കട്ടി കൂടുതലായിരിക്കും. എന്നാൽ ഓവൽ ആകൃതി തന്നെയാണ് കാണപ്പെടുന്നത്. നിങ്ങളെല്ലാവരും മതിൽ കെട്ടുന്നത് കണ്ടിട്ടില്ലേ? 4 സൈഡും സിമന്റ് വെച്ച് ഉറപ്പിച്ചു. അതുപോലെ കോശഭിത്തിയുടെ 4 ഭാഗവും കട്ടിയുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ കലയാണ് സ്ക്ലീറൻകൈമ കല. 4 ഭാഗവും ഒരുപോലെ കട്ടിയുണ്ടായിരുന്നു. അതാണ് സ്ക്ലീറൻകൈമ കല. അപ്പൊ മുട്ടയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന പാരൻകൈമ കല, അതേ മുട്ടയുടെ ഓവൽ ആകൃതിയിൽ കാണപ്പെടുന്ന പോളൻകൈമ കല എന്നവയുടെ മൂലകളിൽ കട്ടി കൂടുതലായിരിക്കും. കോശഭിത്തിയുടെ 4 ഭാഗവും ഒരുപോലെ കട്ടിയുള്ള കലകൾ ഉള്ളതാണ് സ്ക്ലീറൻകൈമ കല. മനസ്സിലായോ? ഈ പേരണ്ടില്ലേ, ഇതിന്റെ ധർമ്മം എന്താണ്? എഴുതുക. അതുപോലെ തന്നെയാണ് ഇവയ്ക്കും ഇവരുടേതായ ധർമ്മങ്ങളുണ്ട്. എന്താണെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ? എന്താണ്? ആപ്പിൾ. ആപ്പിൾ എന്തിനാണ്? ആഹാര വസ്തുവാണ് അല്ലെ? അപ്പൊ ഈ ആഹാരം എങ്ങനെയാണ് ചെടികൾ ഉണ്ടാകുന്നത്? പ്രകാശ സംശ്ലേഷണം. അപ്പൊ ആഹാര സംഭരണത്തിനും പ്രകാശ സംശ്ലേഷണത്തിനും സഹായിക്കുന്ന കലയാണ് പാരൻകൈമ കല. പ്രകാശ സംശ്ലേഷണവും ആഹാരം സംഭരിക്കുക എന്നതുമാണ് പാരൻകൈമ കലയുടെ ധർമ്മം. നമുക്ക് ആപ്പിള് ഓർക്കാം. നിങ്ങളെല്ലാവരും ഇതെന്താണ്? തണ്ട് കണ്ടിട്ടില്ലേ?
തണ്ട്. ഇതെന്താണ്? എത്ര കാറ്റിലും ചെടികൾ ആടി വീഴാണ്ട് സഹായിക്കുന്ന ആരാണ്? ഈ തണ്ടല്ലേ. അപ്പം വഴക്കത്തിനും ബലത്തിനും സഹായിക്കുന്ന തണ്ടാണ്. ഈ തണ്ടുകളിൽ കാണപ്പെടുന്ന കലയാണ് കോളങ്കേമ കല. ഇവ വഴക്കവും ബലവും നൽകുന്നു. ചിരട്ടയിൽ കാണപ്പെടുന്ന കല ഏതാണ്? ശ്രീരംഗേമ കല. എന്തിനാണ്? ബലം നൽകാനും. അതുപോലെ നിങ്ങളെല്ലാവരും ആത്തിച്ചക്കയും പേരക്കയും കഴിച്ചിട്ടില്ലേ? അവരുടെ എന്താണ് കുരുക്കളും തരിയുള്ളതല്ലേ? അപ്പൊ അത് കട്ടിയുള്ള ഭാഗമാണ്. അപ്പൊ അതിലും കാണുന്നത് എന്താണ്? ശ്രീരംഗേമ കലയാണ്. നമ്മൾ നട്ട്സ് കഴിച്ചിട്ടുണ്ട്, അതിന്റെ പുറം കവചം അതെല്ലാം കട്ടി നൽകാനാണ് സഹായിക്കുന്നത്. അതിലെല്ലാം കാണപ്പെടുന്നത് ശ്രീരംഗേമ കലയാണ്. അപ്പം ബലം നൽകുക എന്നതും താങ്ങ് നൽകുക എന്നതുമാണ് എന്തിന്റെ ധർമ്മം? ശ്രീരംഗേമ കലയുടെ ധർമ്മം. അപ്പൊ പാരംഗേമ കലകൾ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. കോളങ്കേമ കലകൾ വഴക്കവും എന്താണ് ബലവും നൽകുന്നു. ശ്രീരംഗേമ കലകൾ ബലവും താങ്ങും നൽകാൻ സഹായിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് സസ്യകലകള് എത്ര തരം ഉണ്ട്, അവയുടെ ആകൃതി, അവയുടെ ധർമ്മം എല്ലാം മനസ്സിലായോ? മെഡിസിനിലെ കല ഇതിനാണ് സഹായിക്കുന്നത്, വളർച്ചയ്ക്കാണ് സഹായിക്കുന്നത് കേട്ടോ. മനസ്സിലായോ?